നമുക്കിനി എങ്ങനെ സിഗരറ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഞാൻ ആ ക്യാൻവാസ് ഉണ്ടല്ലോ, നമ്മൾ ബാൻഡ് വെട്ടിയില്ല, അത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. തുണിയിൽ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 4 ഇഞ്ച് ഒരു പോയിന്റ് ഞാൻ തയ്യൽ തുമ്പിട്ടിട്ടുണ്ട് ഒരു ഭാഗത്ത് ഞാനിത് മടക്കി അടിക്കാനെ കൊണ്ട്. കാര്യം നമുക്ക് കവർ ചെയ്ത് വരണമല്ലോ, ഈ ഭാഗം നമുക്ക് അകത്ത് പോകണേ. അതിന് വേണ്ടിയിട്ട് ആ ഒരു മടക്കിനുള്ള തുമ്പും കണ്ടോ, ഒരു മടക്കൂടെ മടക്കി തയ്ച്ച് വരുമ്പം ഇത് കവർ ചെയ്ത് പോകാനുള്ള തുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ്. മനസ്സിലായോ? ഇത് നമുക്ക് കവർ ചെയ്ത് പോകാനുള്ള രീതിയിലുള്ള ഇതുണ്ട്. അകത്തോട്ട് അതിന് തുമ്പ് മടക്കണമല്ലോ, അത് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അയൺ ബോക്സ് വെച്ചൊന്ന് ഞാൻ പ്രസ് എടുത്തിട്ടുണ്ട്. കാര്യം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കൊണ്ട് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് അങ്ങ് ജോയിൻ ചെയ്തെന്നുള്ളതാണ്. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിത് തയ്ച്ചിങ് മൊത്തത്തിൽ ഇവിടെ കൊണ്ടുവരരുത്. നമുക്ക് ഇത്രയും ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാനെ കൊണ്ട്. കാര്യം നമ്മുടെ കാലെപ്പോഴും കൂട്ടുന്നത്, നമ്മൾ ചുരിദാറിൻ്റെ ബോട്ടം തയ്ച്ചപ്പോൾ കണ്ടില്ലായിരുന്നോ, സാധാ ബോട്ടം തയ്ച്ചപ്പോഴും ചുരി ബോട്ടം തയ്ച്ചപ്പോഴും ഞാൻ ഫ്രണ്ടും ബാക്ക് സെപ്പറേറ്റ് അടിച്ചിട്ട് പിന്നെ റൗണ്ട് ചെയ്ത് കയറ്റുമല്ലായിരുന്നു ചെയ്തത്. അതുപോലെ ചെയ്യാവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രണ്ട് ബാൻഡ് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രണ്ട് ഒറ്റ ബാൻഡായിട്ട് വരുമല്ലേ, അതുകൊണ്ട് അങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് അടിച്ച് ഇവിടെ വരെ കൊണ്ട് നിർത്തിയിട്ട് ഇവിടുന്ന് തിരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കാല് സെപ്പറേറ്റ് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത് സൈഡ് വശം. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മേലിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗം വരെ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി. ഓക്കെ, ഇത്രയും ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കണം. കാര്യം നമുക്കത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം 2 അടി അടിക്കണം കേട്ടോ, പാൻ്റല്ലേ, അന്നേരം 2 അടി വേണേ. നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ടുവന്ന് നിർത്തി കണ്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് ആ ഒരു തയ്യലേക്കൂടെ തന്നെ കൊണ്ടുപോകണം. കണ്ടോ, നമ്മൾ തയ്ച്ചു. ഇനി നമുക്കിത് നേരെ ഇടാം. നേരെ ഇടുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ വന്നു കണ്ടോ, ഫ്രണ്ട് പോർഷൻ വന്നു. ഈ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഈ തുമ്പിടുക. അതിന് നമ്മൾ ഇവിടെ ഇത്ര ഓപ്പൺ ആകട്ടോ, നമ്മൾ ഇത്ര ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നത്. അത് ഞാൻ എങ്ങനെ ജോയിൻ ചെയ്യുന്നത് പറഞ്ഞുതരാം. നമുക്കന്നേരം ഇത് കറക്റ്റായിട്ട് ഈ ബാൻഡ് ഈ ഫ്രണ്ട് പീസ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഈ ബാൻഡ് ശകലം കൂടുതലാണ് ഇട്ടേക്കുന്നത്, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്തോളേ. അത് തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ തയ്യൽ തുമ്പിൽ തന്നെ ഇതടിക്കുക കണ്ടോ. തയ്ച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് കണ്ടോ, ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു പോർഷനിൽ നമുക്കത് കിട്ടി കണ്ടോ, ബാൻഡ് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഈ തയ്യൽ തുമ്പ് ഉണ്ടോ അകത്ത് വന്നാണ്ടോ, അകത്തല്ലേ വരുള്ളൂ. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. ഈ തയ്യൽ തുമ്പ് നമ്മൾ ഈ തുമ്പ് വെളിയിൽ കാണാത്ത പോലെ നമുക്ക് തയ്ക്കണം. അതിനാണ് ഞാൻ ഇവിടെ ഇത്രയും തുമ്പ് എക്സ്ട്രാ ഇട്ടേക്കുന്നത്. അത് ഒരു മടക്കി ഞാൻ അയൺ ബോക്സ് വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്താലും നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് തയ്ച്ചാൽ മതി. തയ്ക്കുമ്പോൾ കണ്ടില്ലേ ആ ഒരു അകത്ത് ഭാഗത്തും ഇത് നമ്മുടെ അകത്ത് വരുന്ന ജോയിൻ്റ് ഭാഗം വരുന്നത് അവിടെയും കറക്റ്റായിട്ട് വന്ന് തയ്ക്കും, ഒരു കുഴപ്പമില്ല. അത് പക്ഷേ തയ്ക്കുമ്പോൾ നമുക്ക് പുറത്തൂടെ തയ്ക്കാവുള്ളൂ, ഇതുവഴി തയ്ക്കരുത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് മടക്കി വെച്ചേക്കോ കണ്ടോ, അയൺ ബോക്സ് വെച്ച് മടക്കി വെച്ചുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഇരുന്നോളൂ. കൈ കൊണ്ട് മടക്കിയാൽ ചിലപ്പം കറക്റ്റായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് അയൺ ബോക്സ് വെച്ച് തന്നെ മടക്കിയേക്കുന്നത്, ഒരേ ലെവലിലാണ് മടക്കിക്കുന്നത്. ഇത് നേരെ തിരിച്ച് തന്നെ ഇടുക കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തോട് വേണം തയ്ക്കാനെ കൊണ്ട് കണ്ടോ. ഈ ഭാഗത്തൂടെ നമുക്ക് ഈ ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ തന്നെ തയ്ക്കും. നമുക്ക് തിരിച്ചിങ്ങനെ നോക്കാം കേട്ടോ, കറക്റ്റായിട്ട് ആണോ ഇരിക്കുന്നതെന്നുള്ള. തുമ്പൊക്കെ വെളിയിലോട്ടുണ്ടോ എന്ന് നോക്കാം, അത് കറക്റ്റാണ്. അന്നേരം ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് തയ്ക്കുക കണ്ടോ. ഇത് നമുക്കിവിടെ കറക്റ്റായിട്ട് പിടിച്ചു വെക്കാം. അതിന് ശേഷം കണ്ടോ ആ ഒരു സ്റ്റിച്ച് നമ്മൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇട്ട് കണ്ടില്ലേ. എന്നിട്ട് അകത്ത് പോകുമ്പോഴും കണ്ടില്ലേ കണ്ടോ, ഒരു ചുളുക്കും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ അയൺ ബോക്സ് വെച്ച് മടക്കി എടുത്തുകൊണ്ടാണ് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രസർ വീതിയിൽ മേലിൽ ഒരു സ്റ്റിച്ച് ഇടാൻ നമുക്ക് ഇടാം. ആ ഒരു ഭംഗിക്ക് വേണ്ടി ഇടുന്ന കേട്ടോ. കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും നമുക്ക് തുണി എക്സ്ട്രാ പോകുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയാം. ഈ ലെവലിൽ തന്നെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്കൊരു ശകലം പോലും എക്സ്ട്രാ വേണ്ട. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റും എടുത്തിട്ടുണ്ട്, പിന്നെ തയ്യൽ തുമ്പ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ട കണ്ടോ. അത് നമ്മൾ ഫ്രണ്ട് പോർഷൻ അടിച്ചു കഴിഞ്ഞു.
ഓക്കെ, ഫ്രണ്ടിൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഈ ഒരു ബാൻഡ് ജോയിൻ ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പോർഷനും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ വരെ കൊണ്ട് നിർത്തുക. ഓക്കെ, ഇതിന് ബാക്കിയുള്ള ഭാഗം, ഇൻസൈഡിൻ്റെ ബാക്കിയുള്ള ഭാഗം, അതായത് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇത്രയും ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി ഇട്ടേക്കാം. പിന്നെ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അത് അടിവശ ഇൻസൈഡ് ഞാൻ ആ ബോട്ടോ അടിച്ചപ്പോൾ കാണിച്ചില്ലായിരുന്നു, സാധാ ബോട്ടോ ചെറിയ ബോട്ടോ അടിച്ചപ്പോൾ കാണിച്ചില്ലായിരുന്നു. നമ്മളല്ല സ്ട്രൈറ്റ് വേണേൽ അടിക്കാം, പക്ഷേ അന്നേരം ആ ഒരു ഇൻസൈഡ് ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗം എന്നാൽ പോലും ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല, ചെറിയൊരു പിടുത്തം പോലൊക്കെ വരും അവിടെ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് യഥാർത്ഥം ചെയ്യേണ്ടത്. ആൾക്കാർ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒറ്റടി, മറ്റേതാകുമ്പോൾ ഒരു കാലിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പുറത്തെ കാല് വരെ ഇങ്ങനെ സ്ട്രൈറ്റ് അടിച്ചിങ് എടുക്കുക. പക്ഷേ അതിനും ഇതും തമ്മിലുള്ള ഫിനിഷിങ്ങിനകത്ത് വ്യത്യാസം വരും. ഇത് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ട് ഉണ്ടോ കറക്റ്റായിട്ട് എടുത്ത് നമുക്ക് ഇവിടെ നിർത്താം. കണ്ടോ, ഇവിടെ നിർത്തിയിട്ട് ഇവിടെ തിരിച്ചെടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ചിനെ പുറത്തുകൂടെ തന്നെ അടിക്കുക. ഉണ്ടോ, അതിനുശേഷം ഇത് നൂത്തിടുക. കണ്ടോ, ഇത് നൂത്തിട്ടു. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നമുക്ക് എലാസ്റ്റിക് പിടിപ്പിക്കാനുള്ള എക്സ്ട്രാ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രശ്നമില്ല. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് നമ്മൾ എടുത്തിട്ട് ഈ സൈഡ് വെച്ച് ജോയിൻ ചെയ്യുക. ഇതിപ്പം ബാക്കും നമ്മൾ അടിച്ചെടുത്തു, ഫ്രണ്ടും നമ്മൾ അടിച്ചെടുത്തില്ലേ, ഫ്രണ്ട് വശം നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട ഈ സൈഡ് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സൈഡ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അത് നോക്കണ്ടേന്ന് പറയുമ്പം നമുക്ക് ഈ കാലിൻ്റെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഈ കാലിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് കറക്റ്റ് എവിടെ വരെ കിട്ടുന്നുണ്ടെന്ന് നോക്കണം. കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റായിട്ട് വെച്ച് കണ്ടോ ഇവിടെ വരും. കണ്ടോ, ഇത്രയും തുമ്പ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമുക്ക് എലാസ്റ്റിക് മടക്കിയടിക്കാൻ നമുക്കിവിടെ നമ്മൾ 3.5 ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ടിരുന്നത്. എന്നിട്ട് നമുക്കിവിടെ 1.5 ഇഞ്ചിൻ്റെ ഒരു പാൻറ് നമുക്ക് ഫ്രണ്ടിൽ കയറി, അന്നേരം അതിൻ്റെ കുറവ് ഇവിടെ വരും കേട്ടോ. ഇനി നമുക്കിവിടെ എലാസ്റ്റിക് വെച്ച് മടക്കിയടിക്കാനുള്ള തുമ്പ് മതി. അത് കറക്റ്റായിട്ടുണ്ട്. കണ്ടോ, എലാസ്റ്റിക്കും വെച്ച് മടക്കിയടിക്കുമ്പോൾ ഇത്രയും തുമ്പിൻ്റെ കാര്യങ്ങൾ അത് കറക്റ്റ് വരും. അതിനാണ് നമ്മൾ ഈ 3.5 ഇഞ്ച് എടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടിട്ടല്ല, നമുക്ക് കറക്റ്റായിട്ട് തയ്ക്കുക. 4 ഇഞ്ച് ഒരു പോയിനും തയ്യൽ തുമ്പ് എടുത്തിട്ട് തയ്ക്കുക. കണ്ടോ, ഫ്രണ്ടും ബാക്കിൻ്റെ സൈഡാണ്. ഇൻസൈഡ് നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട്. നമ്മൾ ഇത്ര ഇട്ടിട്ടുണ്ട്, ഫ്രണ്ടിലും ഇത്ര ഇട്ടിട്ടുണ്ട്, ബാക്കിലും ഇത്ര ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ജോയിൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് സൈഡ് അടിക്കാം. ഇവിടുന്ന് ഇവിടെ വരെ ഒരു സ്റ്റിച്ച് ഇടണം കേട്ടോ, കാലിൻ്റെ ഈ ഭാഗത്ത്. ഫുള്ള് 2 അടി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ പകുതി വരെങ്കിലും ഒരടി അടിക്കണം. നമുക്ക് ഈ കാലിൻ്റെ ഈ സൈഡിൽ നിന്ന് അടിക്കാം. അപ്പുറം സൈഡ് നമ്മൾ അടിച്ചല്ലോ, അവർ ഈ സൈഡിലൂടെ കറക്റ്റായിട്ട് അടിക്കാം. ഉണ്ടോ, ഇത്രയും ഭാഗം നമുക്ക് ഇലാസ്റ്റിക് മടക്കിയടിക്കാനും കൊണ്ട് ഉണ്ട്. കാര്യം ഇത് നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെയ്ത് മനസ്സിലായല്ലോ. നമ്മൾ ഫ്രണ്ട് ഇവിടെ ജോയിൻ ചെയ്തു, സെൻറ്റർ ജോയിൻ ചെയ്തു, ബാക്കും ചെയ്തു. അത് കഴിഞ്ഞ് ഈ സൈഡിൽ ബാൻഡ് വെച്ച് കഴിഞ്ഞാൽ സൈഡ് നമ്മൾ രണ്ടും ജോയിൻ ചെയ്തു. അത്രയും നടന്നുള്ളൂ. ഇത് കണ്ടേ, നമ്മൾ 2 സൈഡ് ഇങ്ങനെ ഇത്രയും 2 സൈഡിലെ തുമ്പ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം കാൽഭാഗം ഈ ഒരു കാലിൻ്റെ ഭാഗം നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. ഈ ഒരു പോർഷനിലാണ് നമ്മൾ തുമ്പ് എക്സ്ട്രാ ഇട്ടേക്കുന്നത്. എക്സ്ട്രാ അല്ല, ജോയിൻറ്റ് ചെയ്യാതെ ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, ഓപ്പൺ ആക്കി ഇട്ടേക്കുമല്ലേ നമ്മൾ. അത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കണ്ടോ, ഈ താഴെ നിന്ന് കാലടിക്കുക. ഇനിയിപ്പോൾ നമുക്കത് ജോയിൻ ചെയ്തെടുക്കാം. അതായത് ഈ ഭാഗത്തു നിന്ന് അടിക്കുക. കണ്ടോ, ബോട്ടത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് 4 ഇഞ്ച് ഒരു പോയിൻറ്റും തയ്യൽ തുമ്പ് ആണല്ലോ ഇട്ടേക്കുന്നത്. അങ്ങനെ അത് കറക്റ്റായിട്ട് എടുക്കുക, അടിക്കുക.
കണ്ടോ, വലിഞ്ഞും ഒന്നും പോകരുത്, വലിഞ്ഞും പോരുത്, ചുളുങ്ങിയും പോരുത്. ഒരു പീസൊക്കെ വലിഞ്ഞു പോയി കഴിഞ്ഞാൽ പൊളഞ്ഞു നിൽക്കും കാല്, നമുക്ക് പാൻറ് ഇടുമ്പോൾ വൃത്തിയോട് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ലേ, അത് ഭാഗം രണ്ടെണ്ണം രണ്ട് സൈഡിലൂടെ മാറ്റണം. കണ്ടോ, മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് അടിക്കാൻ ഇറക്കാം. കണ്ടോ, എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൂടെ ഇടണം. ഈ ഒരു ഭാഗത്ത്, ഈ ഇൻസൈഡ് ഭാഗത്തൊക്കെ 2 അടി ഇടണം. കണ്ടോ, അതുപോലെ തന്നെ ഈ കാലും അതുപോലെ തന്നെ നമുക്ക് തയ്ച്ചു വരാം. കറക്റ്റായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം കണ്ടോ, കറക്റ്റായിട്ട് അയച്ചെടുക്കുക. ഇവിടെ നമ്മൾ 2 അടി ഇടിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നമ്മൾ 2 ആയിട്ട് ഇട്ടപ്പോൾ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ ഫ്രണ്ടും ബാക്കിൻ്റെ ഇൻസൈഡ് വരുന്ന ഭാഗം ഇങ്ങനെ നേരെ നോക്കണം. കണ്ടോ, അറിയാമല്ലോ, ഇത് വന്ന് ഈ ബാൻഡ് വരുന്ന ഭാഗം നമ്മൾ ഇൻസൈഡ് അടിച്ചില്ലേ, ഈ ബാൻഡ് വരുന്ന ഭാഗം ഇൻസൈഡ് അടിച്ച് നമ്മൾ പകുതിയൊക്കെ വരെ നിർത്തിയില്ലേ, അത് 2 ആയിട്ട് നോക്കണം. നൂത്തിട്ട് നമ്മൾ ഇവിടെ വരെയാണ് അടിച്ച് നിർത്തിയത്, അതുപോലെ ഇപ്പുറത്തെ സൈഡ് ഇവിടെ വരെയാണ് അടിച്ച് നിർത്തിയത്. ഇനി നമ്മളിതൊക്കെ ക്ലോസ് ചെയ്യുക. ഇത്രയും കാര്യമേ ഉള്ളൂ. കണ്ടോ, നമ്മൾ 2 കാലം അടിക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ സൈഡിൽ നിന്ന് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഓപ്പൺ ആക്കി ഇട്ടിരുന്നത്. ഇനി നമ്മൾ ആ ഓപ്പൺ ആക്കി ഇട്ട ഭാഗം കറക്റ്റായിട്ട് പിടിച്ചിട്ടങ്ങ് ജോയിൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് 1-2 പ്രാവശ്യം കാണണം. കണ്ടതിന് ശേഷം ഇത് ചെയ്തുകൂടെ നോക്കണം, എങ്കിലേ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം ഇത് ചെയ്ത് നോക്കാൻ നേരത്തും വീഡിയോ കണ്ടുകൊണ്ട് വേണം ചെയ്യാനെ കൊണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട ഭാഗം ഇങ്ങനെ ക്ലോസ് ചെയ്യുക. അത് ഇപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിടിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓപ്പൺ ആയിട്ട് ഭാഗം നേരെ സ്ട്രൈറ്റിങ് ഇവിടെ ആ ഓപ്പൺ ഭാഗം അങ്ങോട്ട് കെട്ടിടുക രണ്ടും. കണ്ടോ, കറക്റ്റായിട്ടാണ് കഴിഞ്ഞു. ഇത്രേ ഉള്ള പരിപാടി. ഇനി നമുക്ക് തിരിച്ചിടാം. ഈ ഇൻസൈഡ് ഭാഗം നമുക്ക് ഈ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ഇൻസൈഡ് ഭാഗം നമ്മൾ കറക്റ്റ് ജോയിൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരത്തില്ല. കാര്യം ഇതിങ്ങനെ നേരെ അടിച്ച് വരുമ്പോഴത്തേന് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. കണ്ടോ, ഇതിപ്പോൾ വന്നേക്കുന്നുണ്ട്. ഫ്രണ്ടും നമ്മൾ ജോയിൻ ചെയ്ത് കണ്ടോ, ഫ്രണ്ടും ജോയിൻ ചെയ്ത് ബാക്കിൽ നമ്മൾ ജോയിൻ ചെയ്ത്. ഇനി നമുക്കിവിടെ ബാക്കിൽ എലാസ്റ്റിക് വരണം. അതിന് മുന്നേ നമുക്ക് അടിവശം മടക്കി അടിക്കാം. അടിവശം നമ്മൾ 2 ഇഞ്ച് തുമ്പിട്ടിട്ടുണ്ടല്ലോ, 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കാനെ കൊണ്ട് അത് മടക്കി അടിക്കണം. നമുക്കിതിൻ്റെ അടിവശം മടക്കി അടിക്കാം.